Hi dears, welcome to Mantra Saree Draping Studio. കൂർഗ് സ്റ്റൈൽ സാരി ഡ്രേപ്പിംഗ് രീതിയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ. ഹിൽ സ്റ്റേഷനും ബാംബു ഫോറസ്റ്റും ഗോൾഡൻ ടെമ്പിളും ഒക്കെയുള്ള കർണാടകയിലെ അതിമനോഹരമായ ഒരു സ്ഥലമാണ് കൂർഗ്. ഇത് കൊടകെന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ആ സ്ഥലത്തിൻ്റെ ഭംഗി പോലെ തന്നെയാണ് അവിടുത്തെ സ്ത്രീകളും അവരുടെ ഡ്രേപ്പിംഗ് രീതിയും അതുപോലെ തന്നെ വ്യത്യസ്തമാണ്. അപ്പോൾ ഇന്ന് നമുക്ക് കൂർഗിലെ അതായത് കൊടകിലെ സാരി ഡ്രേപ്പിംഗ് രീതി പരിചയപ്പെടുത്താം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് അവരുടെ ഡ്രേപ്പിംഗ് രീതിയുടെ ഇത് പുറകു വശത്തുള്ള പോർഷനാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവരുടെ ലോവർ പ്ലീറ്റ് വരുന്നത് എപ്പോഴും പുറകു വശത്തായിട്ടാണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ ചെയ്യുന്ന പോലെ തന്നെ സൈഡ് പ്ലീറ്റ് അവർക്ക് പുറകു വശത്തായിരിക്കും വരുന്നത്. സൈഡ് പ്ലീറ്റ് ഇങ്ങനെ ഇവിടെ ഫിക്സ് ചെയ്ത ശേഷം അതിൻ്റെ ബോർഡർ ഞാൻ ആദ്യം ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രണ്ടിൽ എടുക്കുമ്പോൾ തന്നെ ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒതുക്കിയെടുക്കാം. നമുക്ക് പ്ലേറ്റ് എടുക്കാം. ഇതുപോലെ അറേഞ്ച് ചെയ്ത ശേഷം നമുക്കിതിനെ ടക്കിങ് ചെയ്യാം. ഇവിടെ ഒരു പിൻ കൊടുത്ത് ഫിക്സ് ചെയ്യാം. ഇത് ഇവരുടെ പുറകു വശമാണ്. ഇവരുടെ സാരി ഡ്രേപ്പിങ്ങിലെ പുറകു വശത്താണ് ഇതുപോലെ വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള പോർഷൻ എങ്ങനെ ഫിക്സ് ചെയ്യണം നോക്കാം. ഇതിൻ്റെ മുന്താണിയുടെ ഈ ഭാഗത്തായിട്ട് ഒരു പിൻ കൊടുക്കുക, ഈ ഭാഗത്തും പിൻ കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെയും ഒരു പിൻ കൊടുത്തു. ഇനി ഈ പോർഷനിലേക്കും ഒരു പിൻ കൊടുത്തു. ഇത് വഴുതി താഴേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിനെ പിൻ ചെയ്യുന്നത്. ഈ രീതിയിലാണ് നമ്മൾ കൊടുക്കുന്ന മുന്താണിയുടെ പോർഷൻ. ഇവിടെ കൊടുത്തു, ഇവിടെ കൊടുത്തു. ഇനി ഇതിനെ ഇതുപോലെ പുറകിലേക്ക് എടുക്കുക. ഇങ്ങനെ പുറകിലൂടെ എടുത്ത് ഫ്രണ്ടിലേക്ക് ഈ രീതിയിൽ കൊണ്ടുവരിക. കൊണ്ടുവന്ന ശേഷം ഇവിടെ ഒരു പിൻ കൊടുക്കുക. ഒന്നുകൂടെ ഫിക്സ് ആയിരിക്കാൻ വേണ്ടിയിട്ട് ഈ പോർഷനിലും ഒരു പിൻ കൊടുക്കാം. അപ്പോൾ ഈ രീതിയിലാണ് കൂർഗിലെ സ്ത്രീകളുടെ സാരി ഡ്രേപ്പിംഗ് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു ബെൽറ്റും കൂടെ ഫിക്സ് ചെയ്യാം. ഇതുപോലെയാണ് ബെൽറ്റ് ഇട്ട ശേഷം നമ്മുടെ ഈ മുന്താണിയുടെ പോർഷനൊക്കെ സൈഡിലേക്ക് കുറച്ച് ഒതുങ്ങിയിരിക്കും. ഇനി ബെൽറ്റ് ഇടാതെയാണെങ്കിൽ ഈ സൈഡിൽ മുന്താണിയുടെ പോർഷനൊക്കെ ലൂസായിട്ട് ബെൽറ്റ് കൊടുത്ത ശേഷം ഉള്ള പുറകു വശത്തിൻ്റെ രീതി ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് ബെൽറ്റ് ഇടാതെയാണെങ്കിൽ ഇവിടെ ഡ്രേപ്പിങ്ങിൽ ഈ രീതിയിലായിരിക്കും പുറകു വശം കാണപ്പെടുന്നത്.